നീലക്കൊടുവേലി പൂക്കുന്ന കാനന ഭംഗികളിൽ നിന്ന് ഒഴുകി വരുന്ന അച്ചൻകോവിലാർ ഇവിടെ എത്തുന്നത് വലഞ്ചുഴി ദേവിക്ക് മുന്നിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ തന്നെയാണ്. അച്ചൻകോവിലാർ ക്ഷേത്രത്തിന് 3 വശങ്ങളിൽ കൂടി വലം വച്ചൊഴുകുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് വലഞ്ചുഴി എന്ന പേര് വന്നതും. പത്തനംതിട്ട ജില്ലയിൽ അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രം. പ്രകൃതി വരച്ചിട്ട ഹരിതാർദ്രമായ ചിത്രങ്ങളിൽ ഒന്നാണ് വലഞ്ചുഴി ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശങ്ങളും. ഇവിടത്തെ ഭൂമിയും മാനവും മരങ്ങളും പൂക്കളും ഇലകളുമൊക്കെ ദേവീ മന്ത്രം ഉരുവിട്ട് ധ്യാനത്തിലാകുമ്പോൾ അച്ചൻകോവിലാറിന്റെ ആത്മീയ താളങ്ങളിലേക്ക് നോക്കി ദേവിയുടെ ചെറുപുഞ്ചിരി. ഇവിടുത്തെ പ്രഭാതങ്ങളും സന്ധ്യകളും നിലാവുമൊക്കെ സത്യാന്വേഷണത്തിന്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളാകുമ്പോൾ ഈ പ്രദേശം ആകെ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം തിരിച്ചറിയുന്ന ഓരോ ആത്മീയ സഞ്ചാരികളും ഈ മോക്ഷഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്നതാണ് പരമാർത്ഥം. പ്രകൃതിയുടെ സുന്ദരഭൂവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ലളിതമായ രൂപസൗന്ദര്യമാണ്. അതിപുരാതനമായ ബലിക്കല്ല് ലോഹത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അകത്ത് നമസ്കാര മണ്ഡപത്തിന്റെ തൂണുകളിലും ലോഹം പൂശിയിരിക്കുന്നത് വളരെ ആകർഷണീയമാകുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെ പടികളിലും വശങ്ങളിലും ലോഹം പൂശിയിരിക്കുന്ന കാഴ്ച ചതുര ശ്രീകോവിലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വലഞ്ചുഴി ദേവിയെ ദർശിച്ച് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെയിലൊളികൾ വീണ് സ്വർണപ്രകാശം വിതറുന്ന അഷ്ടദിക്പാലകന്മാരെയും നിർമാല്യധാരിയെയും കാണാം. നാലമ്പലത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികളിൽ കൂടി നടക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ ഉരുമ്മി വരുന്ന കാറ്റിന് അത്യപൂർവമായ ഔഷധ സുഗന്ധമാണ്. അങ്ങനെ വലഞ്ചുഴി ദേവീ ദർശനം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും നിത്യചൈതന്യത്താൽ നിരന്തരം ശുദ്ധീകരിച്ച് സ്വാസ്ഥ്യത്തിൽ എത്തിക്കുന്നു. ആയിരത്തിൽപരം വർഷം പഴക്കമുള്ളതാണ് ഇവിടത്തെ മൂലപ്രതിഷ്ഠ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും ഒരു യോഗീശ്വരനാൽ കുടിയിരുത്തപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന വാളും ചിലമ്പും ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് മാരകമായി പടർന്നു പിടിച്ച വസൂരി പോലുള്ള മാരക രോഗങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിത്തും കലവും സമർപ്പിക്കുന്നത് ശാന്തി ഹേതുവാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇന്നും രോഗവിമുക്തിക്കായി വിത്തും കലവും വഴിപാടും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ദക്ഷിണ കേരളത്തിൽ വിസ്തൃതമായ ക്ഷേത്രക്കാവുള്ള ക്ഷേത്രങ്ങളിൽ ഗണനീയ സ്ഥാനമാണ് വലഞ്ചുഴി ക്ഷേത്രത്തിനുള്ളത്. നിബിഡമായ ക്ഷേത്രക്കാവിൽ നിരവധി അപൂർവ ഔഷധങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സർപ്പദോഷ പരിഹാരങ്ങൾക്കായി തുലാം മാസത്തിലെ ആയില്യം നാളിലെ 100 പാലും വഴിപാട് ഭക്തർക്ക് വിശ്വാസദായകമാണ്. 1974 വരെ വെള്ളുവേട്ടുവേലിൽ മഠത്തിന്റെ വകയായിരുന്നു ക്ഷേത്രവും അനുബന്ധ സ്വത്തുക്കളും. 1974 ഈ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം പഞ്ചായത്ത്, മൈലപ്ര പഞ്ചായത്ത്,
പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ഹൈന്ദവർക്ക് എഴുതി നൽകി. ക്ഷേത്രത്തിന്റെ പരിധി 14 കരകളിലായി നിജപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു ഭരണ സംവിധാനവും തീർത്തു. 14 കരകളിലായി നിവസിക്കുന്ന അമ്മയുടെ ഭക്തരെ സന്ദർശിച്ച് പറ സ്വീകരിക്കുന്ന പതിവും ക്ഷേത്രത്തിലുണ്ട്. ഇക്കാലത്ത് അൻപൊലി, നാണയപ്പറ തുടങ്ങിയ വിശേഷാൽ വഴിപാടുകളും നടത്തപ്പെടുന്നു. മകരമാസത്തിലെ ഭരണിനാളാണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറി ഉത്സവമാണ് പതിവ്. കൊടിയേറി 5-ാം നാൾ മകരഭരണി ദിവസം വെളുപ്പിന് എഴുന്നള്ളത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഈറനൊടുത്ത് ആപ്പിണ്ടി എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. സന്താനഭാഗ്യത്തിനായി തൊട്ടിലും കുട്ടിയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും മംഗല്യഭാഗ്യത്തിനായി താലി ചാർത്തിക്കുന്നതും വിശേഷാൽ വഴിപാടുകളാണ്. മംഗമാർ സ്വന്തം കൈയാൽ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന വലഞ്ചുഴി പൊങ്കാല കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. കുംഭമാസത്തിലെ രാത്രിമഴ പെയ്തു തോർന്ന മഞ്ഞ് നിറഞ്ഞ പ്രഭാതത്തിൽ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒത്തുചേരുന്നത്. ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഡാരയടുപ്പിൽ ദേവിക്കുള്ള നിവേദ്യമായ പായസം പാകമാകുമ്പോൾ തന്നെ ക്ഷേത്രാങ്കണത്തിലും അച്ഛൻ കോവിലാറിന്റെ പ്രദക്ഷിണ തീരങ്ങളിലും കൂട്ടിവച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അടുപ്പുകല്ലുകളിലെ പായസക്കലങ്ങളിൽ അരിയും ശർക്കരയും പഴം നുറുക്കും കൽക്കണ്ടവും നെയ്യും ചേർത്ത് ദേവിയുടെ വഴിപാടുകളിലൊന്നായ പൊങ്കാല അർപ്പിക്കൽ നടക്കുകയായി. ഈ വേളകളിൽ തിടമ്പിലേറിയ ദേവീരൂപം വാദ്യമേളങ്ങളോടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്കടുത്തേക്ക് എഴുന്നള്ളുന്നു. തിടമ്പിലേറി വരുന്ന ദേവിയെ കണ്ട് പൊങ്കാല ദേവിക്ക് മുന്നിൽ നിവേദ്യമായി സമർപ്പിച്ച് ഭക്തജനങ്ങൾ ദർശനപുണ്യം നേടുമ്പോൾ പ്രശസ്തമായ വലഞ്ചുഴി പൊങ്കാലയ്ക്ക് സമാപനമാകുന്നു. കേരളത്തിലെ പടയണി കേന്ദ്രങ്ങളിൽ പ്രഥമഗണനീയമായ സ്ഥാനമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രത്തിനുള്ളത്. മീനമാസത്തിലെ രേവതി, അശ്വതി നാളുകളിൽ അമ്മയുടെ 14 കരകളിൽ നിന്നും ഭക്തർ അനുഗ്രഹപ്രദായിനിയായ അമ്മയുടെ ഇഷ്ടവഴിപാടായ പടയണിക്കോലം ആഘോഷത്തോടെ എഴുന്നള്ളിച്ച് തപ്പിന്റെ താളത്തിൽ തുള്ളിച്ച് അനുഗ്രഹീതരാവുന്നു. പച്ചപ്പാളയിൽ പ്രകൃതിയാലുള്ള നിറങ്ങൾ കൂട്ടിച്ചേർത്ത് വരച്ചുണ്ടാക്കുന്ന വിവിധ ദേവതകളാണ് പടയണിക്കോലങ്ങൾ. മീനഭരണി നാളിൽ രാവ് പുലരുന്നതുവരെ നടക്കുന്ന കോലം തുള്ളലിൽ തേങ്ങ മുറിച്ച് ആ വർഷത്തെ ഫലം പറയുന്നതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. ഒരു കാലത്ത് ഈ മഹാക്ഷേത്രത്തിന്റെ വകയായി ഉണ്ടായിരുന്ന നിലങ്ങളിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് നടത്തി വന്നിരുന്നതായ ഭരണി സദ്യ ഇന്നും വിപുലമായി കൊണ്ടാടപ്പെടുന്നു. തിരുവാറന്മുളയപ്പന്റെ വള്ളസദ്യയോളം പെരുമയുള്ളതാണ് മേടഭരണിയിലെ ഭരണി സദ്യ. ഈ സദ്യയിൽ പങ്കെടുക്കുന്ന ശ്രീ ഭഗവതിയോടൊപ്പം ദേവാദിദേവകളും എത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ സദ്യയിൽ പങ്കെടുത്ത് അന്നപ്രസാദം സ്വീകരിക്കുന്നത്
ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഭജനമിരുന്നാൽ ആഗ്രഹസാഫല്യം വരുമെന്നതിന് ഇന്നും തെളിവുകളേറെയാണ്. സർവരോഗ നിവാരണിയായ അമ്മയുടെ നിവേദ്യം സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടെ തിരുനാമം ഉരുവിട്ടുകൊണ്ട് ഭജനമിരിക്കുന്നതാണ് പൗർണമി ഭജനം. വിഷു ദിവസം അച്ചൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് 2 ക്ഷേത്രങ്ങളിലെ ദേവതകളോടൊന്നിച്ചുള്ള കൂടിയെഴുന്നള്ളത്ത് നയനാനന്ദകരമാണ്. താഴൂർ ഭഗവതി, കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എന്നിവരോടൊപ്പം കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി പുലർച്ചെ വിഷു കൈനീട്ടം വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകുന്ന സങ്കല്പം ഒളിമങ്ങാതെ ഇന്നും നടന്നു വരുന്നു. വലഞ്ചുഴി ദേശത്തിന്റെ ആകാശ നീലിമകളിൽ സ്വർണമന്ദാരങ്ങളുടെ നിറം പടർത്തി സൂര്യഭഗവാൻ യാത്ര ചോദിക്കവേ സായാഹ്ന പൂജകൾക്കായി വലഞ്ചുഴി ദേവിയുടെ തിരുനട തുറന്ന് മണികൾ മുഴങ്ങി. ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഈ മനോഹാരിതയിലെ ഇലകളും പൂക്കളും മരങ്ങളും പുഴയ്ക്കുമീതെ ഉരുണ്ടു വീഴുന്ന ചെറുകാറ്റുമൊക്കെ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും സംഗമിക്കുന്ന ഈ ചരാചരങ്ങളുടെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം, ആത്മാവിന്റെ നീലസരസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീരൂപത്തെ ഓരോ നിമിഷത്തിലും നമുക്ക് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത് പോലെ. ദീപങ്ങൾക്ക് നടുവിൽ അലങ്കാര പൂജകൾ കഴിഞ്ഞ് തൂമന്ദഹാസവുമായി നിൽക്കുന്ന സുന്ദരരൂപിണിയായ ദേവി. ഈ ദർശന സൗഭാഗ്യം ഏതോ ജന്മാന്തര പുണ്യം പോലെ ആത്മാവിന് സായുജ്യമാകുമ്പോൾ, ദേവി, നിന്റെ പുണ്യദർശനം എന്റെ ആത്മാവിൽ തെളിയിച്ച നിലാവഴികളിലൂടെ പരമാത്മാവിനെ തേടിയുള്ള എന്റെ യാത്ര തുടങ്ങുകയാണ്.